ഹായ് നമസ്കാരം, ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ലക്ഷ്മി നിവാസിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ രാജേഷ് പി എല്ലിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് രാജേഷിൻ്റെ വിശേഷം, എന്തൊക്കെയാണ് നമുക്ക് ചോദിച്ചത്? രാജേഷ് എന്താണ്? നമസ്കാരം. അതെ, ഭക്ഷണം കഴിച്ചില്ലെന്നുള്ള ഒരു സമയമായിട്ടില്ല. ലേറ്റ് ആയിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. 4:30 രാജേഷേ, നമ്മുടെ ഈ ലക്ഷ്മി നിവാസ് അല്ലേ, നമ്മുടെ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്, പേട്ട ജംഗ്ഷനിലുള്ളത് അല്ലേ? ഒരു മിക്ക ആൾക്കാർക്കും അറിയാം അല്ലേ? ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്താണ്. എത്ര വർഷമായി നമ്മുടെ ഈ ഒരു ലക്ഷ്മി നിവാസ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങളിപ്പോൾ 50 years ആയി. 50 വർഷമായി. 50 വർഷം കഴിഞ്ഞോ? അല്ലെങ്കിൽ 50 വർഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കണം അല്ലേ? ഞങ്ങൾ 2026 ആയപ്പോൾ 50 വർഷത്തിലേക്ക് കടന്നു. അതെ. അപ്പം ഇത് 1976 തുടങ്ങിയതാണ്. അതെ. ഇപ്പൊ 2026 നമ്മൾ കഴിയാറായി അല്ലേ? അതെ, കഴിയാറായി. അതെ. രാജേഷേ, നമ്മളിപ്പോ 50 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നു അല്ലേ? രാജേഷ് ആദ്യം എന്തായിരുന്നു? പഠിത്തം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തായിരുന്നു? ഞങ്ങള് ഇടയ്ക്ക് ഞാൻ +2 കഴിഞ്ഞപ്പോൾ തന്നെ ഇതിലേക്ക് പതുക്കെ ഇറങ്ങി തുടങ്ങി. ഫാദറിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ രാജേഷും ഫീൽഡിലേക്ക് വരുന്നത്. ഫാദർ ഇപ്പൊ ഇല്ല അല്ലേ? ഫാദർ ഇല്ല. ഇപ്പം ഫാദർ മരിച്ചിട്ട് എത്ര വർഷമായി? 3 വർഷമായി. 3 വർഷമായി. അതെ. രാജേഷേ, നമ്മളിപ്പോ ഈ 50 വർഷം ആയി നമ്മുടെ ഈ ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ് അല്ലേ? അതെ. ഈ 50 വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? നമ്മുടെ ഒരു ബിസിനസ്സിലേക്ക് കയറിയപ്പോൾ എന്ത് തോന്നുന്നു? ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നിയിരുന്നു നടത്തി കൊണ്ടുപോകാനൊക്കെ. എന്ന് വെച്ചാൽ മെയിനായിട്ട് സ്റ്റാഫിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് ഇതിൽ. പിന്നെ നമ്മളും ഇതിലേക്ക് ഇറങ്ങി. ഈ ജോലി നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്കിത് നടത്താൻ പറ്റുള്ളൂ. അത് മാത്രമല്ല രാജേഷേ, നമ്മളൊരു മുതലാളി ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, ഇതിനകത്ത് തൊഴിലും കൂടെ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ഉണ്ടാക്കും രാജേഷ്? എന്തെങ്കിലും ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ എല്ലാം ഉണ്ടാക്കും. അനിയൻ എല്ലാ നോർത്ത് ഇന്ത്യൻ ഐറ്റംസും ഒക്കെ എല്ലാം അറിയാം. അനിയനെ അറിയാം. സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ചെയ്യും, രണ്ടുപേരും ചെയ്യും. ആണല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞ രാജേഷേ, നമ്മൾ ഈ പറയുകയാണെങ്കിൽ ഉടുപ്പി എന്നാണ് നമ്മളിത് അല്ലേ? അതെ. അറിയപ്പെടുന്നത്. അതെ, ഉടുപ്പി റെസ്റ്റോറന്റ് എന്നാണ് അറിയപ്പെടുന്നത്. അതെ. പക്ഷേ ഇപ്പൊ ഈ രാജേഷ് ശരിക്കും ഉടുപ്പിയിലായിരുന്നു അല്ലേ? നിങ്ങള് ഫാമിലി ഉടുപ്പിക്കാരാണ്. നമ്മളിപ്പോ ഒരു എന്റെ മകനായപ്പോ 5ാമത്തെ ജനറേഷൻ ആയി ഇവിടെ. എന്ത് തോന്നുന്നു രാജേഷ്? സന്തോഷം തോന്നുന്നു അല്ലേ? ശരിക്കും അല്ല, ഫാദറായിട്ട് നമ്മളൊരു തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനം ഇതൊരു സക്സസ്ഫുൾ ആക്കാനായിട്ട് ഒത്തിരി അതെ, ഫാദർ ഒരുപാട് ബുദ്ധിമുട്ടി ഇത് ആദ്യം ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടി തന്നെ. എന്ന് വെച്ചാൽ പണ്ടെന്ന് പറഞ്ഞാൽ ഹോട്ടൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അത്ര കസ്റ്റമേഴ്സ് ഇല്ല. എന്ന് വെച്ചാൽ അന്ന് ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെയല്ല, ആ ട്രെൻഡ് മാറി. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹോട്ടലിൽ പോയാൽ കുറവാണല്ലേ? അതെ. അല്ല, ഒന്ന് വെച്ച് നോക്കുമ്പോ നമ്മള് സാധനങ്ങൾ മേടിച്ച് ഇത് വെച്ച് വരുമ്പോൾ ശരിക്കും കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ അല്ല, അങ്ങനെ നോക്കിയിട്ടല്ല, പക്ഷേ ടേസ്റ്റ് നമുക്ക് വ്യത്യസ്തമായ ടേസ്റ്റ് കഴിക്കാൻ പറ്റും. അതെ അല്ലേ? പിന്നെ ഇപ്പൊ എല്ലാവരും തിരക്കുള്ള ജീവിതമാണ് എല്ലാവർക്കും. അതെ. ആർക്കും ഒന്നിനും ഇപ്പൊ അങ്ങനെ സമയം ഇല്ല ശരിക്കും. അതെ. ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാവരും. പിന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നവരുണ്ട് നമ്മുടെ എറണാകുളം സിറ്റിയിൽ. അപ്പോൾ അവർക്കൊക്കെ ആശ്രയം ഹോട്ടലാണ് മെയിനായിട്ട്. പറഞ്ഞ പോലെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ ഒത്തിരി ഉണ്ട് അല്ലേ? അതെ, ഒരുപാടുണ്ട്. അപ്പം ഇപ്പോൾ കാണുന്നതും നമ്മൾ നോണിനെക്കാട്ടും കൂടുതൽ തിരക്ക് കാണുന്നത് വെജിറ്റേറിയൻ ഹോട്ടലിലാണ്. അതെ. അതിലെങ്കിൽ നമ്മുടെ ശരീരത്തിനാണെങ്കിലും നമ്മുടെ വയറും അല്ലേ, എല്ലാത്തിനും നല്ലത് വെജിറ്റേറിയൻ തന്നെയാണ് അല്ലേ? അതെ. ആൾക്കാർ കൂടുതലെന്ന് വെച്ചാൽ പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുന്നവർ വെജിറ്റേറിയനോടാണ് താല്പര്യം കൂടുതൽ. അതുപോലെ തന്നെ രാജേഷേ, ഇപ്പോൾ ഫാദർ 3 വർഷമായി മരണപ്പെട്ടിട്ട്. അതെ. ഇപ്പൊ സ്വന്തമായിട്ടാണ് നിങ്ങളെ ബ്രദേഴ്സും ഞാനും അനിയനും കൂടി. അതെ. അപ്പോൾ ഈ 50 വർഷത്തെ ഒരു ബിസിനസ് വെച്ച് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ബിസിനസ്? ഇപ്പോഴത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഇതാണ്, നല്ല എഫേർട്ട് എടുക്കണം നമ്മൾ.
ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ. എന്ന് വെച്ചാൽ ഒരുപാട് അതിൽ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന വെച്ചാൽ ഒരുപാട് ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, നമ്മൾ കൊടുക്കുന്ന വരുന്ന കസ്റ്റമർ നമ്മൾ അവരുടെ അടുത്ത് എന്താ പറയുക ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും പിന്നെ അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റി, അതെ 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 എല്ലാം ഫാദർ കൊടുത്തിരിക്കുന്ന ആ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഇവിടെ വരുന്നത്. അതെ 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 നമ്മൾ എന്ന് വെച്ചാൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ പരമാവധി സാറ്റിസ്ഫൈ ചെയ്ത് വിടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത് ആഗ്രഹം. അത് പരമാവധി നിലനിർത്തിക്കൊണ്ട് പോകാൻ നോക്കുന്നുണ്ട് നമ്മൾ. അല്ല, അത് പറയുമ്പോൾ തന്നെ രാജേഷിന്റെ ഫേസിൽ നമുക്ക് സന്തോഷമാണ് വന്നത്. അതിനെങ്കിൽ ഇത്രയും നാള് നമ്മൾ ഒരു 50 വർഷം വലിയൊരു നീണ്ട കാലയളവ് തന്നെയാണ്. അല്ല, അത് ഈ 50 വർഷം ഈ ഒരു ബിസിനസ് കൊണ്ടുപോയി പോകണമെന്നുണ്ടെങ്കിൽ കൊറോണ കാലത്താണെങ്കിലും അല്ലേ, അതൊക്കെ ഇതിന്റെ ഇടയിൽ കൂടി കൊറോണ കാലങ്ങളും വന്നിട്ടുണ്ടായിരുന്നു, പല പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ തരണം ചെയ്ത് പോകുന്നില്ലേ? അതെ, കൊറോണ ടൈമില് ഭയങ്കര ബുദ്ധിമുട്ടായി. നമ്മള് അന്ന് ഈ സ്റ്റാഫിനെ നമ്മൾ ആരെയും പറഞ്ഞു വിടാണ്ട് നോക്കി. എന്താന്ന് വെച്ചാൽ അവര് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രണ്ടാമത് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ ഒരു റൺ ചെയ്ത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അന്ന് ഒരുപാട് ലോസ് ഉണ്ടായി, നമ്മളതൊക്കെ സഹിച്ചു. പക്ഷെ നമുക്ക് കട തുറന്നപ്പോൾ അതിന്റെ ഒരു ഇത് കിട്ടി, എനർജി കിട്ടി. അതെ അതെ, നമ്മള് രണ്ടാമത് തുടങ്ങുമ്പോ രാജേഷ് പറഞ്ഞ പോലെ തന്നെ രണ്ടാമത് തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നിന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിവിടെ സ്റ്റാഫ് അവര് പിടിച്ചു നിർത്തിയത് കൊണ്ട് നമുക്കത് അതെ അതെ തീർച്ചയായിട്ടും ആ ഒരു ഫ്ലോയിൽ തന്നെ പോകാൻ പറ്റും. അതെ അതെ അതെ, നമ്മുടെ ഏതൊരു സ്ഥാപനത്തിന്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എന്താ പറയാ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? നല്ല സപ്പോർട്ടുണ്ട്. നമ്മൾ പക്ഷെ നമ്മളും അവരോട് അതുപോലെ നിൽക്കുന്നു, അവരും നമ്മളോട് അതുപോലെ നിൽക്കണ്ട്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇത് ഇത്ര ഭംഗിയായിട്ട് നടത്താൻ പറ്റുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതുപോലെ രാജേഷ് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, നമ്മളൊരു തൊഴിലാളി മുതലാളി എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ല അല്ല നമ്മൾ അവരുടെ കൂടെ തന്നെ നമ്മളും അതെ ഒരുമിച്ച് പോവാണ് അല്ലേ? അതുകൊണ്ട് എൻ്റെ സ്റ്റാഫൊക്കെ ഇപ്പോൾ ഒരു 17 വർഷമായവരുണ്ട്, 20 വർഷമായവരുണ്ട്. പിന്നെ അല്ല, എൻ്റെ കൂടെ വന്നവരാരും അങ്ങനെ പെട്ടെന്ന് പോയിട്ടില്ല. അല്ല, നമ്മള് ഇപ്പൊ രാജേഷേ നമ്മളിപ്പോ ഒരു സ്റ്റാഫിന്റെ അടുത്ത് എങ്ങനെയാണ് അവരുടെ അടുത്ത് പെരുമാറുന്ന രീതികളും അല്ലേ, അതായത് മുതലാളി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അവര് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു എന്ന് വെച്ചാൽ ഞങ്ങള് ഇപ്പൊ ഞാനും ബ്രദറൊക്കെ ഒരു 35 വർഷമായി ഇതിലേക്ക് ഇറങ്ങിയിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ എന്ന് വെച്ചാൽ ഒരു പഴയ ഒരു സ്റ്റൈലിൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തു വന്ന ആൾക്കാരായതുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്കറിയാം. എന്നിട്ട് A to Z എല്ലാ ജോലികളുടെയും ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്റ്റാഫ് അത് ചെയ്യുകയാണെങ്കിൽ അവർക്കും ആ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സാലറി അല്ല നമ്മൾ നോക്കേണ്ടത്, അവരുടെ ബുദ്ധിമുട്ടാണ് നമ്മൾ തീർച്ചയായിട്ടും നോക്കേണ്ടത്. നമുക്ക് ഇവിടുത്തെ എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമുക്ക് മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ട്, പൂരി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ 12 മണി മുതൽ ലഞ്ച് കൊടുക്കും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യും. റൈസ് ഐറ്റം, വെറൈറ്റി റൈസ് ഐറ്റംസ് പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷസ് എല്ലാം കൊടുക്കും. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ തന്തൂരി ഐറ്റംസ് ഉണ്ട്, ഫ്രഷ് ജ്യൂസസ് ഉണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ ഗ്യാസിന്റെ ഒരു വലിയ പ്രോബ്ലം ഉള്ള ടൈം തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഒരു മുന്നറിയിപ്പ് കിട്ടിയില്ല, ഇത് ഇങ്ങനെ പെട്ടെന്ന് സ്റ്റോപ്പ് ആവുമെന്ന് അറിയില്ല. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാണ്ടായി പോയി പെട്ടെന്ന്. അപ്പൊ ഞങ്ങൾ 2-3 ദിവസം അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് ഒരാളെ വിളിച്ചു പറയാം, സ്വാമി ഇങ്ങനെ അടച്ച് ശരിയാവില്ല, നിങ്ങൾ ഇതെങ്ങനെയെങ്കിലും തുറക്കണം, എവിടെന്നെങ്കിലും അതല്ല കസ്റ്റമർ അല്ലേ, വേറൊരു ഹോട്ടലിലെ ആളല്ല. അങ്ങനെ പുള്ളി നമുക്ക് ഒരാളുടെ ഇതില് പുള്ളി 2-3 സിലിണ്ടർ നമുക്ക് അന്ന് സപ്പോർട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞങ്ങൾ ഇത് അന്ന് തുറക്കാൻ പറ്റി ഞങ്ങൾക്ക്. ജസ്റ്റ് ഒന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹാഫ് ഡേ തുറന്നു. പിന്നെ ചിലപ്പോൾ വൈകിട്ട് കുറച്ചു നേരം അടയ്ക്കുമായിരുന്നു. പിന്നെ അങ്ങനെ ഒരുമാതിരി അഡ്ജസ്റ്റ്മെന്റിൽ പോയി. ഇപ്പോൾ ഇത്തിരി ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ഐറ്റംസും ഇപ്പോൾ ഞങ്ങളിവിടെ കൊടുക്കുന്നുണ്ട്. അതെ, നമ്മുടെ മറ്റുള്ള ഈ പറഞ്ഞ ഒരു നാച്ചുറൽ ഫുഡാണ്, നമ്മൾ മറ്റുള്ള കെമിക്കൽ ഇല്ല, ഒന്നുമില്ല. അല്ല, അതുകൊണ്ടാണല്ലോ നമ്മള് ഇപ്പൊ ഈ 50 വർഷം പിടിച്ചിട്ടുണ്ട്. അതെ 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 അതെ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫാമിലി, ഞങ്ങള്
സ്റ്റാഫെല്ലാം ഇത് തന്നെയല്ലേ കഴിക്കണത് മെയിനായിട്ട്. അതെ, നമ്മൾ വെച്ചാൽ എന്ത് സാധനം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സെയിം അതെ അതെ ഐറ്റം തന്നെയാണ് മറ്റുള്ളവർക്കും സപ്ലൈ ആണ്, അത്രേ ഉള്ളൂ. പിന്നെ തീർച്ചയായിട്ടും അതാണ് നമ്മളുടെ ക്വാളിറ്റി. അതെ അതെ. ഇപ്പോൾ നമ്മൾ ക്വാളിറ്റി ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവം സംഭവിച്ചാൽ നമ്മളെ സാധനം അവിടെ കൊടുക്കില്ല. നമ്മളത് അവിടെ വെച്ച് ഡിസ്പോസ് ചെയ്തിട്ട് ആ സാധനം അതിൽ നഷ്ടം ലാഭം നോക്കാറില്ല. നമുക്ക് അപ്പോൾ അങ്ങനെ വളരെ പരമാവധി വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത്. കിച്ചണിൽ കയറാറുണ്ട്. കിച്ചണിലാണ് മെയിനായിട്ട്. ആരെങ്കിലും ഞാനല്ലെങ്കിൽ ബ്രദർ ആരെങ്കിലും ഒരാൾ എപ്പോഴും ഉണ്ടാവും. അല്ല, നിങ്ങളുടെ ആ ഒരു കൈപുണ്യം കൊണ്ട് തന്നെയാണ് നമുക്ക് കസ്റ്റമറിനും ഒരു താല്പര്യം കാണിക്കുന്നത്. തീർച്ചയായും. അല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഉച്ചക്കത്തെ ലഞ്ച് ആണെങ്കിലും ഡിന്നറിനാണെങ്കിലും അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ രാജേഷേ, നമ്മളിപ്പോൾ 50 വർഷം അല്ലെ 10-35 വർഷമായിട്ട് രാജേഷ് ഇപ്പം ഈ ഒരു ഹോട്ടൽ ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല, മെയിനായിട്ട് നമുക്ക് ഈ കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമ്മുടെ മെയിൻ. നമ്മൾ ഇപ്പോൾ പൈസ മേടിക്കുന്നതിലല്ല നമ്മുടെ കാര്യം ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അത് നമുക്ക് ഏകദേശം ഒരാൾ ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. എന്നുവെച്ചാൽ നമുക്ക് അവരുടെ പെരുമാറ്റം, അവരുടെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുമാതിരി പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ നമ്മളിത് ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് നാൾ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാം. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ എന്ന് വെച്ചാൽ പരമാവധി കറക്റ്റായിട്ട് ടൈമിങ്ങിന് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു. പ്രസ്ഥാനത്തിലും എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ട് കോമ്പറ്റീഷൻ ഫീൽഡുണ്ട്. ഈ കോമ്പറ്റീഷൻ ഫീൽഡ് എങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്നു? ഞങ്ങൾ കോമ്പറ്റീഷൻ നോക്കാറില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് സമയമില്ല. എന്താ വെച്ചാൽ നമുക്ക് ഈ രാവിലെ നമ്മൾ കട തുറന്നു കഴിഞ്ഞാൽ രാത്രി അടയ്ക്കുന്നവരെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരുമാതിരി. അപ്പോൾ അവരെ കളയാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ടുള്ള നമ്മുടെ ഉദ്ദേശം. സ്ഥിരമായിട്ടുള്ള കസ്റ്റമേഴ്സ്. അതെ, ഒരുപാട് പേരുണ്ട് നമുക്ക് കസ്റ്റമേഴ്സ്. അത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ മറ്റുള്ള ചിന്തിക്കാതെ നമ്മൾ ചെയ്യുന്ന ആ ക്വാളിറ്റിയിൽ, അതായത് ഫാദറായിട്ട് തുടങ്ങി വെച്ചിരിക്കുന്ന ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും പോകുന്നത് കൊണ്ടാണ്. അതിപ്പോ ഫാദറിൽ നിന്ന് നിങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെന്താ വെച്ചാൽ കാലങ്ങൾക്കനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ സ്ഥലപരിമിതികൾ ഒരുപാട് ഇവിടെ കുറവുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെ, നമ്മള് ഇതിനകത്ത് കുറെ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മൾ കൊടുക്കുന്ന നല്ല വൃത്തിയോട് കൊടുക്കുക. വരുന്ന കസ്റ്റമറെ എങ്ങനെയാണ് അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത് അല്ലേ? കസ്റ്റമറുടെ അടുത്ത് ചെന്നിട്ട് നമുക്ക് അവരുടെ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യാന്നുള്ളതാണ് അല്ലേ? പിന്നെ അവർ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് തൃപ്തിയോടെ നമ്മള് ചോദിക്കുമ്പോ അല്ലെ, പറയുമ്പോ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുന്ന കസ്റ്റമേഴ്സ് ഒരുപാട് പേരുണ്ട്. നന്നായിട്ട് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. തീർച്ചയായിട്ടും അല്ലേ? അത് രാജേഷിന്റെ ശരിക്കും ഫേസിൽ കണ്ടറിയാം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പറയുമ്പോ രാജേഷിന്റെ കണ്ണ് അല്ലെ ശരിക്കും സന്തോഷത്തിന്റെ കണ്ണീരാണ്. ശരിക്കും പറഞ്ഞാൽ ആ അവര് പറയുമ്പോ അല്ല അനുഭവം. അതെ തീർച്ചയായിട്ടും. അതെ ശരിക്കും പിന്നെ തീർച്ചയായിട്ടും രാജേഷ് ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും ഒരു ഇത് സംസാരിക്കുമ്പോൾ തന്നെ രാജേഷിന്റെ ഫേസിൽ തന്നെ അറിയാം. രാജേഷ് പറഞ്ഞില്ലേ, അവിടെ വന്ന് സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് പോകുന്ന അവരുടെ മുഖഭാവങ്ങളും അവരുടെ ആ ഒരു സംസാര രീതിയും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാന്ന് പറഞ്ഞില്ലേ. അതേപോലെ തന്നെയാണ് ഇപ്പൊ രാജേഷിന്റെ അടുത്ത് ഞാൻ ഇരിക്കുമ്പോൾ രാജേഷിന്റെ കണ്ണിലറിയാം ആ സന്തോഷത്തിന്റെയാണ് അല്ലേ? അത് നമ്മളോട് കൂടെപ്പുറ പോലെ നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മുടെ സ്റ്റാഫ് ആണെങ്കിലും നമ്മുടെ അനിയനാണെങ്കിലും ഒരു കുടുംബം പോലെ തന്നെ. അതെ, എന്നാലേ ഇത് റൺ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരാൾ വിചാരിച്ച ഹോട്ടൽ ബിസിനസ് റൺ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ചെയിനാണ്. എന്ന് വെച്ചാൽ ഒരു ചെയിൻ പൊട്ടിയാൽ മതി, ഒരു ദിവസം പോകും നമ്മുടെ. അതുകൊണ്ട് അതെ, ടീം വർക്കാണ്, നല്ലൊരു ടീം വർക്കാണ്. പ്രത്യേകിച്ച് ഇതൊരു ഫുഡാണ്. അതെ തീർച്ചയായിട്ടും. ചെറിയൊരു ഫോൾട്ട് കാണാൻ ചെറുത് മതി. അതെ തീർച്ചയായിട്ടും, ചെറിയ ഇതായിട്ട് മതി. നമ്മുടെ ഈ രശ്മി നിവാസില് എത്ര പേർക്ക് നമുക്ക് സിറ്റിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ്? നോൺ എ സി ആണ് താഴത്ത് ആണല്ലേ. അവിടെ നമുക്കൊരു 40 പേർക്ക് ഇരിക്കാം. പിന്നെ മുകളിൽ ഏകദേശം ഒരു 10-30 പേർക്ക് എ സി ആണ്. അതെ എ സി ആണ്.
ശരിക്കും ആ എല്ലാ സ്ഥലം കൊണ്ട് ഉള്ള സ്ഥലം കൊണ്ട് മാക്സിമം അല്ലേ? അതെ അതെ. പക്ഷെ ആർക്കും അതിനൊക്കെ അങ്ങനെ കൂടുതൽ നിന്ന് അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം വരില്ല, ടൈം കളയേണ്ട ആവശ്യം വരാറില്ല. വീക്കെൻഡ് ഡേയ്സിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാറുണ്ട്. അതെ അതെ. പക്ഷെ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നന്നായിട്ട് ബുദ്ധിമുട്ടാവാറുണ്ട്. തിരക്ക് കൂടുതലായിട്ട് വരുന്നത് അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും പൊതുവെ നല്ല തിരക്ക് 3 ദിവസം നല്ല തിരക്കുള്ള ദിവസമാണ്. നമുക്കൊന്നും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടും വല്ല ഒരു പരിമിതി ഇല്ല, ഒന്നുമില്ല. ഉള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മാക്സിമം. അതെ അതെ അതെ. അല്ല, നമുക്കിപ്പോ ഒരു പേട്ട ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷ്മി നിവാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാരില്ല. അതായത് ഒരു മിക്ക ആൾക്കാർക്കും അറിയാം. അല്ല, പേട്ടയല്ലേ, നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ അറിയാം അവിടുത്തെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, ഉടുപ്പി ഹോട്ടലാണ്. പക്ഷെ എന്താണെങ്കിൽ ലക്ഷ്മി നിവാസ്, അല്ല ഞാൻ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അപ്പൊ പേട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് നെയിമും കൂടിയാണല്ലോ നമ്മുടെ ഒരു അല്ലേ, നമ്മുടെ ആ സ്ഥലത്തിന്റെ പേര് നമുക്കും കൂടി കിട്ടി കഴിഞ്ഞപ്പോ അതിന്റെ അടുത്ത് തന്നെ വന്നപ്പോ അത് എല്ലാവർക്കും പാർക്കിംഗ് സൗകര്യം ഉണ്ടെന്നാണ് അല്ലേ? എല്ലാത്തിനും പാർക്കിംഗ് സൗകര്യം ഇപ്പൊ ഈ അടുത്തായിട്ടുണ്ട്. നമ്മുടെ അല്ല, എന്നാലും റെന്റാണ്. അല്ല, മെയിൻ ഒരു അതൊരു നല്ലൊരു ഞങ്ങൾക്ക് ഒരു ഉപയോഗമാണത്. അല്ല, ശരിക്കും നമ്മൾക്ക് വേണ്ട കാര്യം അതാണ്. എല്ലായിടത്തും പാർക്കിംഗ് ആണ്. ഒരു പാർക്കിംഗ് ഇല്ലെങ്കിൽ നേരെ അതെ അതെ, ഫാമിലി കസ്റ്റമേഴ്സ് ഒന്നും നിൽക്കില്ല. അതെ. അപ്പൊ നമ്മൾ എത്ര നല്ല ക്വാളിറ്റി ഫുഡ് എന്ന് പറഞ്ഞാലും ശരി. അതെ അതെ അതെ, അതൊരു മെയിൻ ഒരു ഫാക്ടറാണ്. അതെ അതെ. ഫ്യൂച്ചർ പ്ലാൻ എന്താ? ഫ്യൂച്ചർ പ്ലാൻ ഇത് ഭംഗിയിൽ കൊണ്ടുപോകാം ഇതുപോലെ. അതാണ് വീണ്ടും ഒരു 50 വർഷം അങ്ങനെ പോവുക, മാക്സിമം പോവുക, ഭംഗിയായിട്ട് കൊണ്ടുപോകാം. നടത്താൻ പറ്റുന്നിടത്തോളം കാലം ഭംഗിയിൽ കൊണ്ടുപോകാം. പിന്നെ നെക്സ്റ്റ് ജനറേഷൻ ഇതിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ ഇതിലേക്ക് വരട്ടെ. പിള്ളേർക്കൊക്കെ എങ്ങനെയാണ് താല്പര്യം ഉണ്ടോ? പിള്ളേര് വരാറുണ്ട്, രണ്ടുപേരും വരും, ഹെൽപ്പൊക്കെ ചെയ്യും. അതുകൊണ്ട് പിന്നെ ഒരാൾ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാൾ 10 കഴിഞ്ഞേ ഉള്ളൂ. എന്നാലും അങ്ങനെയല്ല, അവര് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കും. വീട്ടിൽ ചെല്ലുമ്പോ ഇന്ന് ബിസിനസ് എങ്ങനെ ഉണ്ടായിരുന്നു അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. അതൊക്കെ താല്പര്യം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. പിന്നെ ചോദിക്കാറുണ്ട്. അതെ അതെ, അവര് ചോദിക്കാറുണ്ട്. അപ്പൊ അതിലൊക്കെ ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ട്. രാവിലെ വരും, കടയൊക്കെ തുറക്കും, അതൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും. അത് പണ്ട് രാജേഷ് ചെയ്തിരുന്ന ഒരു ജനറേഷൻ തന്നെയാണ് ഇപ്പോഴും അല്ലേ? അല്ല, അത് തന്നെ മക്കൾക്ക് കിട്ടിയിരിക്കണത് വളരെ ഒരു ഫാദറിന്റെ ഒരു ബ്ലെസ്സിംഗ് കൂടിയാണ് അല്ലേ? തീർച്ചയായിട്ടും. അല്ല, നമ്മളത് പാരമ്പര്യമായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ബ്ലെസ്സിംഗ് ആണ്. തീർച്ചയായിട്ടും. അതെ അതെ. ഇപ്പൊ 5ാമത്തെ തലമുറയല്ലേ? ഇതിപ്പോ എന്റെ മകനെ 5th ജനറേഷൻ. അല്ല, ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഒരു അല്ല, അവർക്കും ഇൻട്രസ്റ്റ് വേണമല്ലോ ഈ സംഭവം. നമ്മൾ പഠിച്ച് മാത്രം ഇത് ചെയ്തിട്ട് കാര്യമില്ല അല്ലേ? ഇല്ല, നമ്മള് പക്ഷെ അവര് നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ A to Z അറിഞ്ഞിരുന്നാലേ ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു ഇത് പറ്റുള്ളൂ. അല്ല, ഇപ്പൊ വേറെ കാര്യമുണ്ട്. രാജേഷിന് ഇപ്പം കുക്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഈ രാജേഷിന് അനിയനും ഉണ്ട്. രണ്ടുപേരും ഉണ്ട്. മക്കൾക്കും അതുപോലെ തോന്നണല്ലോ. അതാണ് അവരും ഇത് നമ്മൾ കൗണ്ടറിൽ മാത്രം ഇരുന്നാൽ പോരല്ലോ, കാശ് മേടിച്ച് പോക്കറ്റിലിട്ടാ പോലെ നമ്മൾ ആ സാധനത്തില്. അതെ, ഇപ്പൊ ഒരു കസ്റ്റമർ ഒരു കംപ്ലൈന്റ് പറഞ്ഞാൽ ആ കസ്റ്റമർ പറയേണ്ട കംപ്ലൈന്റ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക്, അല്ലാണ്ട് അവര് പറയണത് നമ്മൾ അംഗീകരിച്ചാൽ നമ്മൾ പോയി. അല്ല, എന്താണെന്നുള്ള ഇപ്പൊ നമ്മളവിടെ എന്തെങ്കിലും നമ്മുടെ ഒരു ഫുഡിൽ വരുന്ന ഫോൾട്ടുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മളത് മനസ്സിലാക്കി. അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മളത് നോക്കാം. അല്ല, അവരുടെ അടുത്ത് പറയുന്ന രീതികളുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പോ സ്റ്റാഫിനോട് അതിന്റെ കംപ്ലൈന്റ് ചോദിക്കുകയാണെങ്കിൽ നമ്മളും അറിഞ്ഞിരിക്കണം അതിന്റെ കംപ്ലൈന്റ് എന്താണ്. നമ്മൾ അത് അറിഞ്ഞിരുന്നാലേ നമുക്ക് കൂടുതൽ പെട്ടെന്ന് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ ന്യൂജൻ കാലഘട്ടമാണല്ലോ. ഇപ്പൊ പറഞ്ഞ പോലെ മകന്റെ കാര്യങ്ങൾ പറഞ്ഞു. പുതിയ തലമുറയ്ക്ക് അതുപോലെ രാജേഷ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ മക്കളെ പറ്റിയാണ്. അവരുടെ കാലഘട്ടമാണ്, ഇപ്പൊ ന്യൂജൻ കാലഘട്ടമാണ് അല്ലേ? അതുപോലെ ഈ ഒരു ബിസിനസ് അല്ല, ഹോട്ടൽ ബിസിനസ് അല്ല, ഏത് ബിസിനസ് ആയിക്കോട്ടെ, പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ന്യൂജൻ ആൾക്കാർക്ക് കൊടുക്കേണ്ട ഒരു മെസ്സേജ് നമ്മുടെ ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക്. നമ്മളിപ്പോൾ എന്തൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും മെയിനായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ അത്
നന്നായിട്ട് പഠിച്ചാലേ നമുക്കത് ഭംഗിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അതെന്താണെന്ന് അറിയാണ്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ട് അത് പഠിച്ചിട്ട് അതിലേക്ക് ഇറങ്ങുക. പിന്നെ നമ്മൾ ചെയ്യുന്ന ബിസിനസ് നല്ല സത്യസന്ധമായിട്ട് ചെയ്യുക. നമ്മുടെ കൂടെ നിൽക്കുന്നവരെ നമ്മൾ നമ്മുടെ ആൾക്കാരെ പോലെ കാണുക. എന്നാലേ ഇത് ഭംഗിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ നമ്മുടെ ബിസിനസ്സുകളൊക്കെ.